ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കിരൺ, ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലേ? വണ്ടി നന്നാക്കാതെ നമ്മളെങ്ങനെ പോവും? ടീമിനെ അറിയിക്കാന്ന് വെച്ചാ ഫോണിന് റേഞ്ചും ഇല്ല. അപ്പോ നമ്മൾ ഈ രാത്രി എവിടെ നിൽക്കും? താൻ വാ, നമുക്ക് നോക്കാം. അതുകൊണ്ടുകൂടിയാണ് ഡ്രോയിങ്ങിന്റെ തീമായി ഫാമിലിയെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. എല്ലാ മക്കളും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ചിത്രങ്ങളായിരുന്നു എല്ലാം. സമ്മാനം കിട്ടുന്നതിലും വലിയ കാര്യം ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ പങ്കെടുത്ത കുട്ടികളിൽ നിന്ന് സമ്മാനം കൊടുക്കാനായി ഞങ്ങൾ 2 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2ാം സമ്മാനം കിട്ടിയ കുഞ്ഞിനെ ആദ്യമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദി സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഐറിൻ. ഐറിനെയും അച്ഛനെയും അമ്മയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 1ാം സമ്മാനമാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ദി ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ധ്വനി സഞ്ജയ്. ധ്വനി മോൾ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ്. എന്ത് പറ്റി കിരൺ? അറിയില്ല, നോക്കാം. എന്ത് പറ്റി? എന്ത് പറ്റിയതാ കിരൺ? അറിയില്ല. പണി കിട്ടിയല്ലോ ദുർഗെ, സ്റ്റാർട്ട് ആവുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഇല്ല. മെക്കാനിക് വരാതെ ഒന്നും ചെയ്യാൻ പറ്റും തോന്നില്ല.
സഞ്ജയ് കയറിക്കോ. വേണ്ട, ഞാൻ പൊക്കോളാം. ഇടയ്ക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. ഞാൻ പിന്നെ വന്ന് മോളെ കണ്ടോളാം കേട്ടോ. ഇപ്പൊ അച്ഛന് വേറൊരു സ്ഥലം വരെ പോണം. ആ ടാറ്റാ. ദുർഗ, അങ്ങോട്ടൊന്നും വേറെ വഴിയില്ല. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. വാ, അതുവഴി പോയി നോക്കാം. കിരൺ, ഇന്ന് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലേ? വണ്ടി നന്നാക്കാതെ നമ്മളെങ്ങനെ പോവും? ടീമിനെ അറിയിക്കാന്ന് വെച്ചാ ഫോണിന് റേഞ്ചും ഇല്ല. അപ്പോ നമ്മൾ ഈ രാത്രി എവിടെ നിൽക്കും? താൻ വാ, നമുക്ക് നോക്കാം. എടാ മോനെ, ഇന്നെന്താ ഇതുവരെ ദുർഗ വരാത്തെ? സാധാരണ ഇത്രയും വൈകുന്നതല്ലല്ലോ. നീ ഒന്നുകൂടി വിളിച്ചു നോക്കാബി. ഇല്ല മുത്തശ്ശി, കിട്ടുന്നില്ല. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. റിങ് പോലും പോകുന്നില്ല. ഭഗവാനെ, എന്റെ ദുർഗയ്ക്ക് എന്താ പറ്റിയത്? അവൾക്കൊരാപത്തും വരുത്തല്ലേ. ലേറ്റ് ആവുകയാണെങ്കിൽ ചേച്ചി വിളിച്ചെങ്കിലും പറയണ്ടല്ലേ. ഇതിപ്പോ ഒരു കോള് പോലും വന്നില്ലല്ലോ. എനിക്കൊന്നും അറിയില്ലടാ. നീ കിരണിനെ ഒന്ന് വിളിച്ചു നോക്കിയ മോനെ. വിളിച്ചു മുത്തശ്ശി, കിരൺ ചേട്ടന്റെ ഫോണിലും കിട്ടുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോനെ? ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. മുത്തശ്ശി ടെൻഷൻ ആവാതെ, ചേച്ചി ഇപ്പൊ തന്നെ വരുമായിരിക്കും. ഉം, ഉം.